മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. ഈ തിരിച്ചറിവ് ഉണ്ടായാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നിങ്ങൾക്ക് മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഭക്തരെ, ദയ എന്നത് സത്യത്തേക്കാൾ പ്രധാനമാണ്. ബുദ്ധിപൂർവം സംസാരിക്കുന്നവനേക്കാൾ ദയാപൂർവം സംസാരിക്കുന്നവൻ വലിയവനാണ്. ഭക്തരെ, വീഴ്ചകളിൽ മറ്റുള്ളവർ താങ്ങുമെന്ന് ചിന്തിക്കാതിരിക്കുക. സ്വയം കരകയറാനുള്ള വഴി കണ്ടെത്തുന്നതായിരിക്കും ഒരു മനുഷ്യന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം. സ്നേഹം മറ്റെന്തിനേക്കാളും വ്യത്യസ്തമാണ്. ഒരാളെ സന്തോഷിപ്പിക്കാനും പിന്നെ അതിലേറെ സങ്കടപ്പെടുത്തുവാനും സ്നേഹത്തിന് കഴിയും. ഭക്തരെ, നിങ്ങൾ എന്ത് ചെയ്താലും അത് നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും. അതിനാൽ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിക്കാതിരിക്കുക. ഭക്തരെ, മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ആർക്കും ജീവിക്കാൻ കഴിയില്ല. എന്തിനേയും ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കുക. കാരണം കൂടെയുള്ളവർ ഏതു നിമിഷവും മാറാം. ഒരിക്കലും മറക്കാതിരിക്കുക വന്ന വഴിയും ചേർത്ത് പിടിച്ച മനുഷ്യരെയും. ചിന്തകളുടെ ആഴം കൂടും തോറും ഉറങ്ങുവാനുള്ള സമയവും കുറഞ്ഞുകൊണ്ടിരിക്കും. ക്ഷമയോടെ ഇരിക്കുക. ജീവിതത്തിൽ ഏറ്റവും മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. എന്തിനെയാണോ നിങ്ങൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. ഭക്തരെ, ഈ ലോകത്തിൽ രണ്ടു തരം സ്നേഹമുണ്ട്. ആത്മാർത്ഥമായ സ്നേഹവും അഭിനയിക്കുന്ന സ്നേഹവും. ഒരു ജന്മം അവസാനിക്കുമ്പോഴേക്കും ഇവ രണ്ടിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും അധികം മനുഷ്യരും. ഒന്നിലും അഹങ്കരിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ കൂടെയുള്ള നിഴൽ പോലും വെളിച്ചത്തിൻ്റെ ഔദാര്യമാണ്. ഭക്തരെല്ലാം സന്തോഷത്തോടെ ഇരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.